കോഴിക്കോട് NGO ക്വാർട്ടേഴ്സിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. റാഫി, മകൾ ഫാത്തിമ നേഹ എന്നിവരാണ് മരിച്ചത്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ബെൻസൺ ബാബു നൽകും വിവരങ്ങൾ. ബെൻസൺ, ദൗർഭാഗ്യകരമായ വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഏകദേശം 5 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള റോഡിൽ വെച്ചിട്ടാണ് ഈ വാഹനാപകടം സംഭവിക്കുന്നത്. അതായത് ഈ അച്ഛനും മകളും ഇരുചക്ര വാഹനത്തിൽ ഒരു ഇറക്കം ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം നേരെ പുറത്തേക്ക് റോഡിന് പുറത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന മതിൽ ഇടിച്ച് തകർത്ത് വലിയ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഒരു വീടിന് മുറ്റത്തേക്കാണ് ഇരുവരും പതിച്ചത്. ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മേഖല അപകട സാധ്യതയുള്ള മേഖലയാണെന്ന് പ്രദേശവാസികൾ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആ പ്രദേശത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം. കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള റാഫി 60 വയസ്സ്, അദ്ദേഹത്തിന്റെ മകൾ 19 വയസ്സുള്ള ഫാത്തിമ നേഹ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി, ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.